ഇന്ന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വൃന്ദ. സന, അതോടൊപ്പം തന്നെ നിരായുധരായ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഒരു പ്രതിരോധത്തിനുമുള്ള അവസരം നൽകാതെയാണ് ഭീകരർ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്. അതിൽ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ഈ ആളുകളുടെ പേരുകളടക്കം ചോദിച്ച് ഇവരെ തിരഞ്ഞു പിടിച്ച് വെടിയുതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെയാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അതേ വൃന്ദ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സാധാരണക്കാർക്ക് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഇത്രയും നാളുകൾക്കിടയിലും സുരക്ഷാ സേനയ്ക്കും പോലീസിനും നേരെ ആക്രമണം ഉണ്ടായെങ്കിലും ഒരായുധമില്ല, നിരായുധരായ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടക്കുന്നത് ഇതാദ്യമാണ്. അതായത് 2019 ശേഷമെന്നല്ല, സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമെന്ന് തന്നെയാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചത്. ഒരു തെരഞ്ഞു പിടിച്ച്, അതായത് മഞ്ജുനാഥ് ആദ്യം മരണം സ്ഥിരീകരിച്ച കർണാടക സ്വദേശിയായ മഞ്ജുനാഥിന്റെ കുടുംബത്തിന്റെ അടുത്ത് നിൽക്കെയാണ് വെടിയുതിർത്തത്. തുടർന്ന് ഭാര്യ അലറി ഭീകരോട് അപ്പുറത്ത്, എന്നെയും കൊന്നിട്ട് പോയി, എൻ്റെ ഭർത്താവിനെ കൊന്നു, എന്നെയും കൊന്നിട്ട് പോയി, എന്നാൽ നിന്നെ ഞാൻ കൊല്ലില്ല, നീ മോദിയോട് പോയി പറയൂ എന്നാണ് ഈ ഭീകരർ പറഞ്ഞത്. ഇതൊരു ആസൂത്രിതമായ ശ്രമമാണെന്ന് നമുക്ക് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ആവശ്യകത. കാരണം എന്തുവെന്നാൽ സാധാരണക്കാർക്ക് നേരെ, അതായത് ഒന്നും തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള സാധാരണക്കാർക്ക് നേരെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. ബൈസൺ വാലിയിലെ ആ താഴ്വര, കാൽനടയാതെയും കുതിരപ്പുറത്തും മാത്രം എത്താൻ കഴിയുന്ന ഒരു താഴ്വരയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ബൈസൺ താഴ്വര. അവിടെ കാൽനടയാത്രയായോ കുതിരപ്പുറത്തോ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ ഈ ആക്രമണം നടത്തണമെങ്കിൽ അത് വളരെ ആസൂത്രിതമാണ്. കഴിഞ്ഞ മെയ്യിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അത് 2 പേർക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിനുശേഷം അവിടെ ജമ്മു കാശ്മീരിലടക്കം നല്ല സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് ഇത്രയും ഒരു ആക്രമണം അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതും നിലവിൽ ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിരവധി പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. അവരെ ആ പ്രദേശത്ത് നിന്നും പുറത്തെത്തിക്കുക എന്നത് വളരെ പരിമിതികളുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു. ആദ്യം 5 മരണങ്ങളടക്കമാണ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരണങ്ങൾ സ്ഥിരീകരിക്കാൻ തുടങ്ങിയത്. അവരെ എത്തിക്കുന്ന ഒരു സമയം കൊണ്ടാണ്. മാത്രമല്ല, വേറൊരു കാര്യം പറയേണ്ട, ഭീകരർ തുരുതുരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തേടിപ്പിടിച്ച് കുടുംബത്തിലെ അടക്കമുള്ള എല്ലാവരെയും കൊല്ലാതെ തേടിപ്പിടിച്ച് കുടുംബത്തിലെ ഓരോരുത്തരെയും കൊല്ലുന്ന ഒരു സാഹചര്യം. ഇതൊരു ആസൂത്രിത ശ്രമമാണെന്ന് പറയാനുള്ള ഏറ്റവും ആവശ്യകത ഇതാണ്. അതുമാത്രമല്ല, ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ദ റെസിഡന്റ് ഫ്രണ്ട്, പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടന ലഷ്കർ-ഇ-തൊയ്ബയുടെ അനുബന്ധ സംഘടന കൂടിയാണെന്ന് എടുത്തു പറയുന്നത്. ഈ ലഷ്കർ-ഇ-തൊയ്ബയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും കാശ്മീരിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലമുള്ള ഒരു സംഘടന കൂടിയാണ് ഈ ദി റെസിഡന്റ് ഫ്രണ്ട്. ഇത് സാധാരണക്കാർക്ക് എതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ്. ഏതായാലും ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാകൂ. നിലവിൽ 3 ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ജവാന്മാരെ അടക്കം CPRPF ജവാന്മാരെ അടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സേനയെ ഇനിയും സ്ഥലത്തേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് പരിശോധന നടത്തുന്നത്. ബൈസൺ താഴ്വരയിൽ തൊട്ടടുത്ത് വനമേഖലയാണ്. ആ വനമേഖലയിൽ നിന്നാണ് ഈ 3 ഭീകരർ ഇവിടെ സ്ഥലത്തേക്ക് വരികയും സുരക്ഷാ സേനയുടെ സൈന്യത്തിൻ്റെ വേഷത്തിലെത്തി 3 ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത്. തുടർന്ന് ആക്രമണത്തിന് ശേഷം ഇവർ തിരിച്ച് ആ വനമേഖലയിലേക്ക് തന്നെ പോയതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അനന്തനാഗ്, പെഹൽഗ്രാം, അതുപോലെ തന്നെ ബൈസൺ വാലി. ഈ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സൈന്യം ഒട്ടാകെ വളഞ്ഞിരിക്കുകയാണ്. എങ്ങനെയും തിരിച്ചടിക്കും, ഈ ഭീകരരെ കണ്ടെത്തും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സൈനിക. ഇന്ത്യ ആകട്ടെ ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെ പറയുന്നുണ്ട് വൃന്ദ.
അഫ്സാന, അതോടൊപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിൽ ഈ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങളടക്കം തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞത്. അനുശോചനം രേഖപ്പെടുത്തി ഈ റഷ്യൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രസിഡന്റും അടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. എല്ലാ പിന്തുണയും ഇന്ത്യക്ക് സഹായം അടക്കം വാഗ്ദാനം ചെയ്ത് സൗദി കിരീടാവകാശിയും രംഗത്തെത്തിയിട്ടുണ്ട്. അതേ വൃന്ദ, ലോകരാഷ്ട്രങ്ങളടക്കം ഇന്ത്യക്ക് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെയുള്ള ലോക നേതാക്കളാണ് ഇപ്പോൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ജിദ്ദയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, അവരെ എങ്ങനെയും കണ്ടെത്താൻ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ട്രംപ് അറിയിച്ചത്. മാത്രമല്ല, ഭീകരാക്രമണം ശക്തമായി അപലപിച്ച അദ്ദേഹം, ഞാൻ പറഞ്ഞു, ഫോണിലെ സംഭാഷണത്തിലൂടെ ഹീനമായ ആക്രമണത്തിൽ കുറ്റവാളികളെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹം മരിച്ചവരുടെ അനുശോചനം അടക്കം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ജിദ്ദയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ ആദരസൂചകമായ അത്താഴവിരുന്ന് വേണ്ടെന്ന് വെച്ചിരുന്നു. എന്നാൽ ഈ സംഭവത്തെ അപലപിച്ച സൗദി കിരീടാവകാശി സഹായങ്ങളടക്കമാണ് ഇന്ത്യക്ക് സഹായങ്ങളടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഭീകരതയ്ക്കുള്ള പോരാട്ടത്തിൽ ഇന്ത്യ അമേരിക്കയും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ട്രംപ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ശ്രീലങ്ക, ഫ്രാൻസ് അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലുള്ള നേതാക്കളടക്കവും ഈ ശക്തമായി അപലപിച്ചാണ് ഇതിൽ രംഗത്തെത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭീകരത എല്ലാ ഇന്ത്യൻ പങ്കാളികളിലും സഹന ശക്തിപ്പെടുത്തി റഷ്യ ഇത് ഏറ്റവും അവസാനമായി വരുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിക്കുന്നത്. കുറ്റവാളികളെ കണ്ടെത്താനായി കർശന നടപടി സ്വീകരിക്കണമെന്നും അതിനായുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയുള്ള ആക്രമണം വളരെ 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 ദാരുണമായ ഒരു സംഭവം കൂടിയാണ്. മാത്രമല്ല വൃന്ദ, പലരും ഈ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കെല്ലാം അനുശോചനം അടക്കം ലോകരാജ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയിരുന്നു. അദ്ദേഹവും അമർനാഥ് സന്ദർശിക്കാനിരിക്കെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അദ്ദേഹം ഇതിന് അനുശോചനം അടക്കം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നുവെന്നും ഇന്ത്യയിലെ മനോഹരമായ കാഴ്ചകളിൽ മതിമറന്നു പോകുന്നതിനിടെയായിരുന്നു ഈ ആക്രമണമെന്നടക്കമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഭീകരാക്രമണങ്ങൾ ഇടയായവർക്ക് അനുശോചനമടക്കം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വൃന്ദ, നിരവധി ലോക നേതാക്കൾ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നതായി അറിയിച്ചിട്ടുണ്ട്. വിജിത നമ്മളോടൊപ്പം